ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നവരാത്രി 2ാം നാളാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ക്ഷേത്ര ദർശനം നടത്തിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതിന് റെഡിയൊക്കെ ആയിരിക്കുകയാണ്. പെർമിഷനൊക്കെ മേടിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൊന്ന് ഗണപതി ക്ഷേത്രത്തിലൊന്ന് കയറി തൊഴുതു. നമ്മൾ ശരിക്കും പോകുന്നത് മംഗലാപുരത്തുള്ള റോഡിലെ ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ കണ്ട ക്ഷേത്രത്തിലേക്കൊന്ന് പോയി തൊഴുകയൊക്കെ ചെയ്തു. ഈ കാണുന്നത് ഇവിടുത്തെ ഉമാമഹേശ്വര ക്ഷേത്രമാണ്. അവിടെയും കയറി തൊഴുതു. അങ്ങനെ ഞങ്ങൾ കുത്രോളിയിലെത്തി നടന്നിട്ടായിരുന്നു പോയത്. അപ്പം അവിടത്തേക്ക് പോകുമ്പോൾ ഒക്കെ ഫുള്ള് ലൈറ്റ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് കുത്രോളിയിലെ ക്ഷേത്രം. അപ്പം ഇവിടുന്ന് കുറച്ചുകൂടെ നമ്മൾ ആ ഗേറ്റിൻ്റെ കവാടത്തു നിന്ന് കുറച്ചുകൂടെ പോകാനുണ്ട്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഗോകർണനാഥേശ്വര ക്ഷേത്രം. ഇതാണ് എൻ്റെ മെയിൻ കവാടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നവരാത്രി ആരംഭമായതുകൊണ്ട് തന്നെ ക്ഷേത്രം നല്ല അടിപൊളിയായി ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ തേജസ് മനോഹരമായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. എനിക്ക് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവാണ് 1912 ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവൻ്റെ രൂപമായ ഗോകർണനാഥനാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ വിവിധ ദേവന്മാരെയും ദേവതകളുടെയും ഒക്കെ ചുവർ ചിത്രങ്ങളാൽ അലങ്കരിച്ച അതിമനോഹരമായ ഗോപുരങ്ങളും ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഗണപതി, അന്നപൂർണേശ്വരി, സുബ്രഹ്മണ്യൻ, ശനീശ്വരൻ തുടങ്ങിയ ദേവന്മാരുടെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെയുള്ളത് ഇവിടെ ഒരു ക്ഷേത്രക്കുളമാണ്. അതിമനോഹരമായിട്ടുള്ള ക്ഷേത്രക്കുളം. പ്രത്യേകിച്ച് നമ്മൾ രാത്രിയിലൊക്കെ പോയിട്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനെ വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രക്കുളമാണ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതിമനോഹരമാണ്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവൻ്റെ വിവിധ ഭാവരൂപങ്ങളെ പ്രതിഷ്ഠിച്ചൊരു ജ്ഞാനതീർത്ഥ കുളവും കൂടിയാണിത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകത നമ്മുടെ കുത്രോളി ക്ഷേത്രത്തിലുണ്ട്. പിന്നെ നവരാത്രിയും ശിവരാത്രിയൊക്കെ അതിഗംഭീരമായിട്ട് ഇവിടെ ആഘോഷിക്കാറുണ്ട്. ഈ കാണുന്നതാണ് ഹനുമാൻ മന്ദിർ. നവരാത്രിയുടെ ആരംഭം ആയതുകൊണ്ട് തന്നെ അത്ര വലിയ തിരക്കൊന്നുമില്ല. ഈ കാണുന്നതൊന്നും അല്ല കേട്ടോ ഇവിടെയുള്ള തിരക്ക്. നവരാത്രിയുടെ ഒക്കെ അവസാന ദിവസമൊന്നും ഇവിടെ വരാനേ പറ്റില്ല. കാരണം അങ്ങനെയുള്ള തിരക്കൊക്കെയാണ്. അപ്പം ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് കുറേ നമ്മൾ അറിയാമല്ലോ ഉത്സവമൊക്കെ ഉണ്ടാകുമ്പോൾ ചന്തയൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അതിലൂടെയൊക്കെ ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല, എങ്കിലും അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊന്നും അതിലൂടെ പോയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നല്ല വലിയ ചന്തയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പോകാനുള്ള ടൈമായപ്പോൾ ഞങ്ങളങ്ങ് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് അങ്ങനെ പോയി. രാത്രി പോകുമ്പോൾ നടന്നിട്ടാണ് പോയത്, പക്ഷേ വരുമ്പം രാത്രി ആയി. അപ്പോൾ പിന്നെ ഓട്ടോയിൽ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്